ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ഒരു തവണ അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതിപ്പോ അടുപ്പിച്ചടുപ്പിച്ചായല്ലോ. ഞാനേ ഡോക്ടറെ വിളിക്കാം. അതി ചൂടും മഴയും മാറി മാറി വരുന്ന കാലാവസ്ഥ ആയോണ്ടാ. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടോ? നമുക്കൊന്നുകൂടെ നോക്കാം. ഇനി വരും അച്ഛാ, അപ്പ ഡോക്ടറെ വിളിക്കാം. വെച്ചിരുന്നിട്ട് കൂട്ടാൻ നിൽക്കണ്ട, ഇപ്പൊ വിളിക്കാം. എന്നാ വെച്ചിരുന്നു. അവസാനം തട്ടിപ്പോയിട്ട് തലേ കൈ വെച്ചിട്ട് കാര്യമില്ല. ചുമ്മാ പറഞ്ഞ എന്നാ വിചാരിക്കണ്ട, കാര്യമായിട്ട് തന്നെ. അതേ, ഒരു ഗ്യാപ്പ് കിട്ടിയ അടിച്ചോണ്ട് പോവാൻ നിൽക്കാ കാലം. വെറുതെ റിസ്ക് എടുക്കണോ? ഗൗരി, ആരൊക്കെയത്? കേറിയിരിക്കേ. ലക്ഷ്മിയെ. ആ ഇരിക്കിരിക്കെ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഈ വഴിക്ക് വരുന്ന എന്തോ ആവശ്യം ഉണ്ടാവും. ആ ലക്ഷ്മി, മോന്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നതാണ്. ആ അങ്ങനെ പറ. അപ്പൊ പിന്നെ ഈ വഴിക്കൊന്ന് കേറിയത്. ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി ചേച്ചി. അല്ല, അമ്മ എന്തേ? മരുന്ന് കഴിച്ച് കിടന്നേളൂ. അല്ല, നമ്മുടെ എംകോംകാരി എന്തേ? അവളകത്ത് പഠിക്കണ്ടാവും. പണ്ടത്തെ പോലെയല്ലോ, കൊറേ പഠിക്കാനൊക്കെ ഉണ്ടാവില്ലേ. ആളെത്തിയല്ലോ. പിള്ളേർക്ക് വലുതായപ്പോഴേ നമ്മളൊന്നൊരു മൈൻഡില്ലാണ്ടായി. മൈൻഡില്ലാണ്ടല്ല, പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയപ്പോ പിള്ളേർക്ക് പക്വത വന്നതാ. അപ്പൊ പിന്നെ പണ്ടത്തെ വായെടുത്തിരുന്നുണ്ടായിന്ന് വരില്ല. ഒന്നും പറയണ്ട എന്റെ ലക്ഷ്മി. അവിടെ ഒരുത്തിയുണ്ട്, ഫോട്ടോഗ്രാഫിയും തേങ്ങയും വാങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിലൊരു സൗകര്യം തരില്ലേ. ഞാനൊന്ന് സംസാരിക്കണ. പറയാന്നോടത്തോളൊക്കെ പറഞ്ഞതാ. ഇനിയിപ്പോ വരണോടത്ത് വെച്ച് കാണാം. ഇവിടുത്തെ ആൾക്ക് പിന്നെ കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. ഇപ്പോ പഠിക്കണം എന്നുള്ള വിചാരം മാത്രായി. അത് ശരി, ഞാനത് ഇവൾക്ക് ഇഷ്ടാവെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ. ഇനിയിപ്പോ ഇതൊരു ഡിസ്റ്റർബൻസ് ആവണ്ട. നമുക്ക് ഇറങ്ങാം. അപ്പൊ ഇടയ്ക്കൊക്കെ നിങ്ങടെ ഇറങ്ങ. പാലം വഴി ആവൂല്ലേ പോണേ? അപ്പൊ പിന്നെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. അമ്മേ, പോവാട്ടോ. നോക്കി പൊക്കോളൂട്ടോ. ഇപ്പൊ പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ. എക്സാം ഒക്കെ ആയിട്ട് തിരക്കാവൂലേ? ചേച്ചി, നേരായി, ഞാൻ ചെല്ലട്ടെ. രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് വരെ നമ്മുടെ അടുത്തൊക്കെ എന്തോരം സംസാരിക്കണ്ടായിരുന്നതാ. ഇപ്പൊ നമ്മുടെ മുഖത്തേക്ക് കൂടെ നോക്കാണ്ടാ പോക്ക്. ഈ നിലയ്ക്ക് അഹങ്കാരമുള്ളവറ്റൊന്നും ഒരുത്തലെത്താൻ പോണില്ല. പിന്നെ നമുക്കത് നശിച്ചു കാണുന്നൊന്നുമില്ല. അതന്നെ, മറ്റോളൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. കൊള്ളായില്ലോ. അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ടല്ലോ. നീ അവളെ വിളിച്ചേ? ഗൗരി, വന്നാ? ഇന്നത്തെ കാലത്ത് ആണായാലും പെണ്ണായാലും സ്വന്തം കാലിൽ നിന്നോളണം. അതിനുവേണ്ടി എത്ര സമയം എടുത്താലും വേണ്ടില്ല. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ഒരു ബന്ധം കിട്ടാനും ഭാഗ്യം വേണ്ടേ? 18 കഴിയുമ്പോഴേക്കും പിടിച്ചു കെട്ടിക്കണ ഓരോ വീട്ടുകളുണ്ട്. എന്നെ അതിനൊന്നും കിട്ടില്ലേ. ഇതിപ്പോ
കുട്ടിയുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി കല്യാണം. ഒന്ന് പേരിനെ ഉറപ്പിച്ചിട്ടാ മാത്രം മതി എന്ന് പറഞ്ഞു വരുമ്പോഴാ ഏത് അച്ഛാ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ഇല്ലടി മോളെ, ചുമ്മാ ഒന്ന് ഉറപ്പിച്ചിടൽ മാത്രം. കല്യാണമൊക്കെ നിന്റെ പഠിപ്പ് കഴിഞ്ഞ് പയ്യെ മതി. അപ്പൊ ഈ ഉറപ്പിക്കലും അത് കഴിഞ്ഞിട്ട് പോരെ? എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് അഹങ്കാരോ? അതും ഇക്കണ്ട കാശൊക്കെ കെട്ടി പഠിപ്പിക്കണ എന്റെ അടുത്ത്. പഠിപ്പിക്കണ കാര്യമൊന്നും പറയണ്ട. എന്താ അടിപൊളി വിളിക്കണേ? പറയണ അങ്ങോട്ട് കേട്ടാ മതി. ചേട്ടാ, കേൾക്കാൻ പറ്റില്ല. മിണ്ടരുത്. ഞാൻ പറയും. അടിച്ചോ, എത്ര വേണേലും അടിച്ചോ, പക്ഷെ ഞാനിതിന് സമ്മതിക്കില്ല. അമ്മ, ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ഒരു തവണ അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഇരുന്നേനെ. ഞാൻ ഗൗരി. ഈ 2024 M.Com ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ. നിങ്ങൾ എന്നെ തുടക്കത്തിലേ പരിചയപ്പെട്ടതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ലൈഫും ഫാമിലിയും പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുത്തി അല്ലേ? എന്നാൽ എന്നിലെ എന്നെ നിങ്ങൾ കണ്ടു കാണില്ല. ഇതാണ് എൻ്റെ ലോകം. ഇതായി മാറി എൻ്റെ ലോകം. ഈ 4 ചുമരിലൊതുക്കി നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാട്ടിത്തരാം. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും മാത്രം. മനീഷ് മൽഹോത്രയെ പോലെ, ഋതുകുമാറിനെ പോലെ, യെസ്, ഐ ലൈക്ക് ടു ബിക്കം എ ഫാഷൻ ഡിസൈനർ. ആദ്യമൊക്കെ പലതരം ഉടുപ്പുകളോടുള്ള ഒരു ഇഷ്ടം മാത്രമാണെന്ന് വിചാരിച്ച, പിന്നീട് അതോരോന്നും എങ്ങനെ ഉണ്ടായിന്നറിയാനായിട്ടായി. പയ്യെ എൻ്റെതായ ഓരോന്ന് പരീക്ഷിക്കണമെന്ന ആഗ്രഹം കൂടി വന്നു. ഇങ്ങനെ ഞാൻ മനസ്സിലുറപ്പിച്ചു, ഞാനൊരു ഫാഷൻ ഡിസൈനർ ആവുന്നു. +2 നല്ല മാർക്ക് വാങ്ങിയ അച്ഛൻ എന്നെ അതിന് വിടുന്ന ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചു. പക്ഷെ അവിടെ എനിക്ക് തെറ്റി. കാശ് എത്ര വേണമെങ്കിലായിക്കോട്ടെ, നീ B.Com പഠിച്ചാ മതി. അച്ഛാ, എനിക്ക് B.Com അല്ല, ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം. എനിക്ക് ഉറപ്പുണ്ടച്ചാ, എനിക്ക് സാധിക്കും. കണ്ണി കണ്ട പേക്കത്തൊന്നും ഞാൻ സമ്മതിക്കില്ല. ഉറപ്പുള്ള പലതും വേണം നോക്കാൻ. ജീവിതകാലം തീരും വരെ വേണ്ടേ? അച്ഛാ, ഇപ്പൊ ജീവിതകാലം തീരും വരെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊന്ന് ചെയ്യണമെന്നാണോ പറയണത്? ഒക്കെ പ്രായത്തിന്റെ. കുറച്ചു കഴിയുമ്പോ നീ തന്നെ പറയും അച്ഛന്റെ തീരുമാനം നന്നായിന്ന്. ഇല്ലച്ചാ, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറയണത് ഒന്ന് മനസ്സിലാക്ക്. നിന്നെ ഇത്രയും നാളും വളർത്തിയ ഞങ്ങൾക്കറിയാം നല്ലതേതാ പൊട്ടേതാന്ന്. നീ എന്നെ വെറുതെ തീ തീറ്റിക്കരുത് കേട്ടോ ഗൗരി. അമ്മേ, ഇവിടെ പഠിക്കാൻ വിടാത്ത പ്രശ്നല്ലേ? ദേ, വെറുതെ അച്ഛന്റെ മനസ്സ് നീ വേദനിപ്പിക്കണ്ട. ഒരായുഷ്കാലം നീളെ നിനക്ക് വേണ്ടി ജീവിച്ചതാ, ഓർത്തോ നീ. പക്ഷെ അമ്മ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഒരു കുന്നോളം പ്രതീക്ഷകളെ ഒറ്റ നിമിഷം കൊണ്ട് ഊതിക്കെടുത്തി. അവസാനം എന്താവാൻ, അവരുടെ ഇഷ്ടത്തിന് B.Com ചേർന്നു. ഇപ്പൊ M.Com ജീവിച്ചു. പക്ഷെ എൻ്റെ ജീവിതമല്ല. ഞാൻ കഴിച്ചു, പഠിച്ചു, സംസാരിച്ചു, നടന്നു, ചിരിച്ചു, ആർക്കോ വേണ്ടി. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട 4 വർഷം. അതിലോരോ മിനിറ്റും ഞാൻ എന്താ ചെയ്യണേ, ആർക്ക് വേണ്ടിയാ ചെയ്യണെന്നുള്ള ചിന്ത. അത് വല്ലാതെ എന്തായാലും ഇങ്ങനെയായി. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർന്ന് ഒടുക്കാന്ന് വിചാരിച്ചാലോ? ഇങ്ങനെ ഓരോന്നും. എൻ്റെ ഉള്ളിലെ കനല് ഇവർക്ക് ആർക്കെങ്കിലും അറിയോ? പിന്നെ ബന്ധുക്കള് ആ ഭാഗത്തേക്ക് നോക്കുക വേണ്ട. അവർക്ക് മുമ്പിലും ചിരിച്ചു നിൽക്കണ്ടേ? അമ്മ പറഞ്ഞില്ലേ പഠിപ്പെന്ന ചിന്ത മാത്രമായിന്ന്. എനിക്കപ്പോൾ ശരിക്കും ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അന്ന് അങ്കിളിൻ്റെ മോള് ഫോട്ടോഗ്രാഫി പഠിക്കാന്ന് പറഞ്ഞപ്പോൾ അവളെത്ര ഭാഗ്യവതിയാന്നാ ഞാൻ ഓർത്തെ. ആരും എന്നെ മനസ്സിലാക്കിയില്ല. പിന്നെ തർക്കിച്ചിട്ടെന്താ കാര്യം? അപ്പോ
എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒരു പിൻവലിച്ച്, ആ പിൻവലിച്ചിലിനും ഒരു പേരും കിട്ടും. അഹങ്കാരം, പക്വത, അതൊരു നനഞ്ഞ മട്ടം നോക്കി. അവിടെ ഞാനില്ല, അവരും അവരുടെ തോന്നലുകളും. ആരുടെ ഇഷ്ടത്തിനന്ന് ഡിഗ്രി പഠിച്ചു, ഇപ്പൊ ആരുടെ ഇഷ്ടത്തിന് PG പഠിക്കുന്നു, നാളെ ആരുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യും. അപ്പൊ എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, അതൊക്കെ എൻ്റെ ജീവിതം അങ്ങനൊന്നും ഇല്ലേ? ഇതാലോചിച്ച് ഇതിൻ്റെ ഇടയിൽ ഇതും കൂടി ആയപ്പോ കൈവിട്ടു പോകും. ഓഹോ, ഇതുകൂടി എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? ഇതാ ഇത് തന്നെ. അമ്മ നീ ഒരുത്തി കാരണടി ഇതൊക്കെ. തൊടണ്ട നീ. ഒരു മാസായി എന്റെ കുട്ടി പോയിട്ട്. ശരിക്കും എന്താണാവോ പറ്റിയ? സൈലന്റ് അറ്റാക്ക് ആണെന്നാ പറയണ കേട്ടെ. പിന്നെ ചെറുപ്പത്തിൽ എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെന്ന് കേട്ടു. കഷ്ടം. എന്നാലും ഈ ചെറിയ പ്രായത്തിലെ അറ്റാക്കൊക്കെ വരാന്ന് പറഞ്ഞ ഒന്നും നേടാൻ അനുവദിക്കാതെ ഇവർ നിന്നെ പറഞ്ഞയച്ചു. ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ചാരമായി. ആ ചാരം പിന്നീടുണ്ടായിരുന്നെന്ന് ഓർക്കപ്പെടാത്ത ഒന്നായി മാറും. ഈ ഹൃദയം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അവൻ അത്ര വലിയ ആളൊന്നല്ല. അവന് ചെറുപ്പക്കാരെന്നോ പ്രായമായവരെന്നോ വ്യത്യാസമൊന്നുമില്ല. ഒരു പരിധി വരെ അവൻ താങ്ങും. അത് കഴിഞ്ഞ ഇല്ലെങ്കിൽ പറ, ഹൗ ഡു ദിസ് ഇമോഷൻസ് കിൽ us? ചിലർക്ക് ഡിപ്രഷൻ മൂത്ത് മെൻ്റൽ ഹെൽത്തും പോയി മാനസിക നില തെറ്റുക, സൂയിസൈഡ് ചെയ്യുക, ചത്തതിനൊക്കുമേ ജീവിക്കുക. സാഹചര്യങ്ങൾ പലതും പലതാകാം. എന്നെ പോലെയോ അല്ലെങ്കിൽ ഇവരെ പോലെയോ. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഇതേപോലെ ഓരോ ദിവസവും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നവരും ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിക്കുന്നവരും, അങ്ങനെ മനസ്സും ശരീരവും ഒരേപോലെ ഫ്രസ്ട്രേറ്റഡും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഡിപ്രഷനും, എല്ലാത്തിനും പുരോഗമനമെന്ന് അവകാശപ്പെടുന്ന ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയും ചിലത് നടക്കുന്നുണ്ട്. മനസ്സിൽ ഒന്നിനെ കൂടിയിരുത്തി മറ്റൊന്ന് ചെയ്യാന്ന് പറയണതുണ്ടല്ലോ, ഇറ്റ്സ് അൺബെയറബിൾ. ഒരു പ്രായമായ പിടിച്ച് കെട്ടിക്കുക എന്നുള്ള പഴഞ്ചിട്ടുണ്ടിനൊക്കെ മാറ്റം വന്നു. എന്നാൽ താൻ എന്ത് പഠിക്കണം, എന്ത് ജോലി നോക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവസരം, അവകാശം, അതൊക്കെ എന്ന് ലഭിക്കും? ഓരോരുത്തരായി പൊലിഞ്ഞു പോകുന്നതിന് മുമ്പ്, ഉരുക്കിത്തീരുന്നതിന് മുമ്പ് കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ കൂടെ നിൽക്കുക. അവർ ചിറകു വിരിക്കട്ടെ, പറന്നുയരട്ടെ, ഉയരങ്ങളെ കീഴടക്കട്ടെ.